ടാക്സ് അടയ്ക്കാനാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് അത് അടയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് ഫില്ല് ചെയ്യാനുള്ളതെല്ലാം ഫില്ല് ചെയ്തു. പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ പേയ്മെന്റ് അടയ്ക്കാനാണ് വരുന്നതെങ്കിൽ നമുക്ക് മുകളിലായിട്ട് എത്ര രൂപയാണ് അടയ്ക്കാൻ വരുന്നതെന്ന് കാണാം. യു നീഡ് ടു മേക്ക് എ പേയ്മെന്റ് ഓഫ് ₹1,40,190. ഇതിന്റെ ഏറ്റവും താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേ നൗ എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ അസസ്മെന്റ് ഇയറും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് പേയ്മെന്റും ഓട്ടോ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇയർ കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഫിനാൻഷ്യൽ ഇയർ 24-25, അസസ്മെന്റ് ഇയർ 25-26 ആണ്. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് പേയ്മെന്റ് വരുന്നത് സെൽഫ് അസസ്മെന്റ് ടാക്സ് ആണ്. ഇങ്ങനെ അല്ലാതെ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫയലില് ഇ-പേ ടാക്സിൽ പോവുക. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാം, പ്ലസ് ന്യൂ പേയ്മെന്റ്. അതിൽ ആദ്യത്തെ ഇൻകം ടാക്സ് അത് പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കാം, 2025-26. അതുപോലെ ടൈപ്പ് ഓഫ് പേയ്മെന്റ് സെൽഫ് അസസ്മെന്റ് ടാക്സ് ഇങ്ങനെയും സെലക്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇയർ മാറിപ്പോവരുത്, അതുപോലെ ഹെഡ് ഒന്നും മാറിപ്പോവരുത്. അതുകൊണ്ട് മറ്റേ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ടാക്സ്, സെസ്, ഇൻട്രസ്റ്റ് എല്ലാം കൃത്യമായിട്ട് ഫില്ലായി വന്നിട്ടുണ്ട്. താഴെയായിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. അസസ്മെന്റ് ഇയർ കറക്റ്റ് ആണ്, ഫിനാൻഷ്യൽ ഇയർ, അതുപോലെ ഹെഡ്, സെൽഫ് അസസ്മെന്റ് ടാക്സ്, പിന്നെ ടാക്സിന്റെ എമൗണ്ട് അത്ര ഓക്കെ ആണെങ്കിൽ പേ നൗ കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെയായിട്ടുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ടു ബാങ്ക് കൊടുക്കുക. ബാങ്കിന്റെ പേജ് ലോഡായി വരുന്നതാണ്. അവിടെ നമുക്ക് യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ ചെല്ലാൻ ജനറേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ചെല്ലാൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം ഈ ചെല്ലാന്റെ ഡീറ്റെയിൽസ് നമ്മൾ ITRന്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ചെല്ലാന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ ടാബിലാണ്. അപ്പൊ ടാക്സ് പെയ്ഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെന്റ് ടാക്സ് പേയ്മെന്റ്സ് അതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് അനദർ കൊടുക്കുക. ഇവിടെ നമ്മുടെ ചെല്ലാന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് BSR കോഡ്, ഡേറ്റ്, ചെല്ലാൻ നമ്പർ, ടാക്സ് പെയ്ഡ് ഇത്രയും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് അത് സേവ് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പേയ്മെന്റ് 0 ആയിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ITR സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനുശേഷം നമുക്ക് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുത്ത് ഇത് ഫയൽ ചെയ്യാവുന്നതാണ്. ബാക്കി സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ITR ഫയലിംഗിന്റെ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട്. അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ പേയ്മെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. നന്ദി.